നമ്മളിന്ന് കൊക്കോക്കെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ വന്നേ. അതായത് 3rd ഡേ. ഇന്നലെ നസേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു 2nd ഡേ. ഫസ്റ്റ് ഡേ മൊത്തം നൈറ്റ് ഷിപ്പിലായിരുന്നു. അങ്ങനെ 2nd ഡേ നസേ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പ്രത്യേകിച്ച് അവിടെ അങ്ങനെ ഒത്തിരി കാണാനായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ 2-2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇന്നിപ്പോൾ മൂന്നാമത്തെ ഡേ നസേ എന്ന് പറഞ്ഞ കൊക്കോക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ ലാൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയല്ലത്. ഷിപ്പ് രാവിലെ എനിക്ക് ഒരു 6 മണി എങ്ങാണ്ടായപ്പോഴത്തേനെ വന്ന് പോർട്ട് ചെയ്തു. ഇനിയിപ്പം കൊക്കോക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കഴിച്ചിട്ട് പോകണം. കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ രാവിലത്തെ ഫുഡ് ഇതാ കേട്ടോ. ഇന്നലെ ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത് കാണാനില്ല. അതുകൊണ്ട് അമേരിക്കൻ ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ കപ്പലിന് വെളിയിൽ ഇറങ്ങി കേട്ടോ. കപ്പലിന് വെളിയിൽ ആ ഡോർ വഴി ഇറങ്ങി. 2 കപ്പലുണ്ട്. ഞങ്ങളുടെയാണ് ഈ കാണുന്ന കപ്പൽ. ഇതിപ്പോൾ വേറെ ഏതോ കപ്പൽ മെക്സിക്കോയിൽ നിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കൊക്കോക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇതുപോലെ ഇന്നലത്തെ പോലെ നടന്ന് എനിക്കെന്തുകൊണ്ട് ആ കാണുന്നതുണ്ടോ അവിടെ ഒരു കളർഫുൾ ടെൻ്റൊക്കെ അടിച്ചേക്കുന്നതുണ്ടോ, അതുവഴിയാണ് പോകേണ്ടത്. അതാ ബ്രിഡ്ജ്. അപ്പോൾ ഓക്കെ, കാണാം. ഇതാ കേട്ടോ കൊക്കോക്കെ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാ, അതായത് ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്, അത്യാവശ്യം വാട്ടർ സ്ലൈഡ്സ് ഉണ്ട്, ഒരു നേച്ചർ ഫ്രണ്ട്ലി. അതായത് കൊക്കോക്കെ എന്ന് പറയുന്നത് ഈ റോയൽ കരീബിയന്റെ തന്നെ ഒരു റിസോർട്ട് പോലെ ഇവർ തന്നെ ഇത് ഏറ്റെടുത്തേക്കുന്നത്. ഇവർ തന്നെ നടത്തുന്നതും. റോയൽ കരീബിയൻ എന്ന് പറയുന്നത് ഈ ക്രൂസിന്റെ കമ്പനിയാണ് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ. അവർ തന്നെയാണ് ഈ റിസോർട്ട് നടത്തുന്നത്. അതുകൊണ്ട് ഇവരുടെ തന്നെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ, തോക്കൊക്കെ വെച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ. ചിൽ ഐലൻഡ്. ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്നറിയത്തില്ല. ചില്ലാവാൻ പറ്റുന്ന ഐലൻഡ് ആയിരിക്കണം. നോക്കാം. ചിൽ ഐലൻഡിലേക്ക് വന്നു. ഇതാണ് അവർ ചിൽ ഐലൻഡ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് അവിടെ കുറേ കസേരകൾ അംബ്രലയൊക്കെ ഇട്ടിട്ടുണ്ട്. ബീച്ച് സൈഡിൽ നമ്മുടെ നാട്ടിലൊക്കെ ഓളത്തൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു പൂള്. ഇപ്പുറത്ത് കടൽ. അതുകൊണ്ട് നമ്മൾ വന്ന 2 ഷിപ്പുകൾ. അപ്പുറത്ത് ദൂരെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് എന്നാൽ പിന്നെ എന്തെങ്കിലും അമേരിക്കയിൽ വന്നില്ല, ഒരു അമേരിക്കൻ സ്വഭാവം വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ കിടന്നേക്കാന്ന് വിചാരിച്ചു. ഏത് ഒന്ന് റിലാക്സ് ചെയ്തേക്കാം. അങ്ങനെ ഇവിടെ വന്ന് എന്തായാലും അമേരിക്ക വന്നു, ഒരു അമേരിക്കൻ രീതിയിൽ അങ്ങ് കിടന്നു. കൊള്ളാം, നല്ല സ്ഥലം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവിടെ കരയിൽ ലാൻഡ് ചെയ്തിട്ട് പോർട്ട് നമ്മളെ കരയിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കടലിലേക്ക് നോക്കിയപ്പോഴേ ഏറ്റവും നല്ല ഭംഗി. അതായത് 2 ക്രൂസ് കപ്പൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതാണ് എന്ത് ഭംഗിയെന്നറിയാം. അടിപൊളി, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തന്നെ ഇവർ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കാര്യമൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അതായത് വെളിയിൽ നിന്നുള്ള നേറ്റീവ്സിന് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. ഇവരുടെ തന്നെ, അതായത് അവരുടെ ആൾക്കാർക്കൊന്നും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഇവർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് നല്ല 100% സെക്യൂരിറ്റി ഉള്ള രീതിയിലാണ് ഇവരിത് ചെയ്തേക്കുന്നത്. ആവേശത്തിലങ്ങ് പോയതാ. ചെരുപ്പ് ഊരിയില്ല, ഉടുപ്പ് ഊരിയില്ല, വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ ചെന്നപ്പോഴാണ് ഓർത്തത് ഇത് രണ്ടും ചെയ്തിട്ടില്ല.
പിന്നെ വന്ന് ചെരുപ്പ് ഊരി. അങ്ങനെ വെള്ളത്തിലേക്കെല്ലാം റെഡിയായി. നേരത്തെ പോലെ ഒന്നും മറന്നിട്ടില്ല, എല്ലാം ഊരി ഇറങ്ങാൻ പോവാണ്. തണുപ്പുണ്ട്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറി. പൂളല്ല കേട്ടോ, കടലുമായിട്ട് ജോയിൻ്റ് ഉണ്ട്. നല്ല കട്ട ഉപ്പ് വെള്ളം, പക്ഷെ ഭയങ്കര ക്ലിയർ കേട്ടോ. കടലിലെ പോലല്ലോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. നമുക്ക് അടി വരെ എന്താ കാണാം, എന്താ മീൻ പോകുന്നത് എല്ലാം കാണാം. നല്ല അടിപൊളി വെള്ളം, പക്ഷേ ഭയങ്കര ഉപ്പ്. കുറേ കുടിക്കേണ്ടി വന്ന്. ഭയങ്കര വെയിൽ. ഒരു മമ്മൂട്ടിയുടെ ലുക്കില്ലേ, മമ്മൂട്ടി കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടല്ലേ. അപ്പോഴത്തേനെ ഒന്ന് കയറി. ഇനി കുറച്ച് നേരം നടക്കാം. കുറേ ഉണ്ട് കേട്ടോ, ഇത് വലിയൊരു ഐലൻഡാണ്. ആ കാണുന്ന എല്ലാം അങ്ങോട്ടെല്ലാം പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടെല്ലാം ഒന്ന് നടന്ന് കാണിക്കാം. ഓക്കെ. ഹൈഡ്രജൻ ബലൂൺ സർവീസോ, ഇത് കൊള്ളാമല്ലോ. ഇതുണ്ടോ ഹൈഡ്രജൻ ബലൂൺ പോകുന്നുണ്ടോ? കൊള്ളാം. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ ഇങ്ങനെ പൊങ്ങി പോകുന്നത്. കൊള്ളാമല്ലേ, അടിപൊളി. നോക്കട്ടെ. ഭയങ്കര പൈസയായിരിക്കും ഇതിനൊക്കെ, അതാ പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ ക്രൂസുകാരെ കാശുണ്ടാക്കുന്ന ക്രൂസിൻ്റെ ടിക്കറ്റ് കൊണ്ടായിരിക്കത്തില്ല. അതിൻ്റെ അകത്തുള്ള ആൽക്കഹോള്, ഫുഡ് ഫ്രീയാണ്. ആൽക്കഹോളിനൊക്കെ ഭയങ്കര പൈസയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഏതിലൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ കുറേ സ്ലൈഡ്സും അതൊക്കെ ഉണ്ട്. അതിനൊക്കെ പൈസ കൊടുക്കണം. എനിക്കൊന്ന് ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, നോക്കാം. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും കയറാം. ഓക്കെ. വെള്ളത്തിൽ നിന്ന് കയറി കേട്ടോ, നല്ല അടിപൊളി എക്സ്പീരിയൻസ്. കയറി ഒന്ന് തോർത്തി ഉടുപ്പൊക്കെ എടുത്തിട്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. അതായത് ഈ പൂൾ ഇവർ ചെയ്തേക്കുന്ന വ്യൂ ആണ്, എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ. ഓരോ സമയത്ത് നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ ഭംഗി തോന്നിക്കും. നമ്മൾ ഈ മരങ്ങളാണെങ്കിലും സൈഡിൽ അവരുടെ വൃത്തി ലൈഫ് ഗാർഡുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തേക്കുന്നത്. ഇനി ബലൂണിലൂടെ കയറണമെന്നുണ്ട്. വേണ്ട ഈ പുറകെ കാണുന്ന ബലൂണിൽ നോക്കട്ടെ, അതിൻ്റെ പൈസ എത്രയെന്ന് അറിയത്തില്ല. നല്ല അടിപൊളി. പുറകിലാണേലും നമുക്ക് ഇരിക്കാനും സ്ഥലം. ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തൊരു ബാറുണ്ട് കേട്ടോ, സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത്. പക്ഷേ അവിടെ പൈസയാണ്, നല്ല അത്യാവശ്യം കാശാണ്. പിന്നെ ഈ അമേരിക്കക്കാർ ഈ കാശൊന്നും നോക്കത്തില്ലെന്നറിയാമല്ലോ. അവർ ജസ്റ്റ് അവർ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് അവർ വെക്കേഷന് പോവുക, ജീവിക്കുക, ഇതാണ് അവരുടെ പരിപാടി. നമ്മളേ ഉള്ളൂ പൈസ നോക്കി നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അത് ഭയങ്കര പൈസയാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിൽ അല്പം കൂടുതലാണ്. ഷിപ്പിൽ കുറച്ചുകൂടെ കുറവാണ്, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോഴത്തേനെ അടിപൊളി. 350 രൂപ മുതലാക്കി. ഇനിയുണ്ട് ബാക്കി 200 രൂപ. അത് നമുക്ക് ഇന്നും ഉണ്ട്, ബാക്കി ഇനിയുണ്ട്. 4:30 വരെ നമുക്ക് ഈ ഐലൻഡിലുണ്ട്. അത് 4:30 ഉള്ളിൽ നമുക്ക് ഷിപ്പിൽ കയറണം. അപ്പോഴത്തേനെ ബാക്കി കാണാം. ഇത് അങ്ങോട്ടുണ്ട് കേട്ടോ, അവിടം വരെ അല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഐലൻഡ് ഇങ്ങനെ കറങ്ങിയായി പൂള് കിടക്കുന്നത്. കുറച്ച് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വന്നു. കാരണം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ. അപ്പോൾ ബാക്കി ഐലൻഡ് നമ്മൾ ഒരു സൈഡേ ആയുള്ളൂ. അപ്പോൾ ബാക്കി ഐലൻഡ് ഇങ്ങനെ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കാണിക്കാം. ഓക്കെ, ബൈ. നമ്മൾ നേരത്തെ കണ്ട ഈ സ്ലൈഡ്സ് ഇല്ലേ, ഈ സ്ലൈഡിലൊന്നും കയറാനായിട്ട് ഇപ്പോൾ എന്തായാലും പറ്റില്ല. കാരണം ഒരാൾക്ക് 120 രൂപയാണ്, $120. $120 കൊടുക്കണം ഒരാൾക്ക് ഒരു സ്ലൈഡ്. ആ സ്ലൈഡിൽ കയറാൻ കുറേ സ്ലൈഡ്സ് ഉണ്ട് അതിൻ്റെ. അത് വാട്ടർ തീം പാർക്ക്, നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ വണ്ടർല പോലെ. അതിന് $120 ഒരാൾക്ക്. 4 ദിവസത്തെ കപ്പലിനും ഫുഡിനും എല്ലാം കൂടെ ആകെ $500 ആയുള്ളൂ. ഇതിന് $120. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ എത്ര. നമ്മുടെ കപ്പൽ ഏതാണ്ട് ഇപ്പുറത്തുണ്ട്. ഇതാണ് നമ്മൾ വന്ന കപ്പൽ. കപ്പൽ മാറിപ്പോയില്ല. ഇനിയിപ്പോൾ ഏത് കപ്പലിലോട്ടാണോ കയറേണ്ടത് എന്തോ. എന്തായാലും കയറുമ്പോൾ അറിയാം. അടുത്ത പരിപാടി ബസ്സിൽ കയറുക കേട്ടോ.
ഈ ബസ്സിൽ കയറി കറങ്ങുക, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഐലൻഡ് മൊത്തം ചുറ്റുക. അപ്പോൾ ബാക്കി ഐലൻഡിൽ കാണാം. സാഹിബിനെ കൂടെ കെട്ടി ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ബസ് യാത്ര കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടു. കൊള്ളാല്ലേ ആ ബലൂൺ കാണാൻ പറ്റും. നമ്മളെ കൊണ്ട് നിർത്തി. ഓ, നമ്മുടെ ഒരു വേറൊരു എൻഡിൽ കൊണ്ട് നമ്മളെ നിർത്തിച്ചു കേട്ടോ. കൊള്ളാം. ഓ, എന്തൊക്കെയാ പറയുന്നുണ്ട്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ സ്വിമ്മിംഗ് പൂൾ. ഓ, ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മളെ ജസ്റ്റ് ഒന്ന് ഐലൻഡ് മൊത്തം ഒന്ന് ചുറ്റി കാണിച്ചിട്ട് തിരിച്ച് കപ്പലിൻ്റെ അവിടെ തന്നെ കൊണ്ടുവിടുന്ന പരിപാടിയാണ്. ഓ, ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ഐലൻഡിൻ്റെ വേറെ ഏതോ ഒരു എൻഡിൽ കൊണ്ട് നമ്മളെ ഇറക്കി പിന്നെ അവിടെ വേറെ എന്തോ കുറേ പരിപാടികളുണ്ടാകും. ഉടായിപ്പ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ നേരെ അത് ഷിപ്പിൽ കൊണ്ടുവിടും, ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേണ്ട ബീച്ചിലേക്ക്, ഒഫീഷ്യലായിട്ട് ബീച്ച് എന്ന് പറയുന്ന ഇവരുടെ ഐലൻഡിലെ ഒഫീഷ്യലായിട്ട് പറയുന്ന ബീച്ചിലേക്ക് ഞങ്ങൾ എത്തി. എന്തായാലും നമ്മൾ ബീച്ചിൽ ഇറങ്ങിയേക്കാം. ബീച്ച് നമുക്കൊരു പുത്തിരി അല്ല ഏത്, എന്നാലും ബീച്ചിലേക്ക് ഇറങ്ങിയേക്കാം. ഓ, ഇവിടെ ഒരു തിരമാലയൊന്നും ഇല്ല കേട്ടോ, ഒരു സുഖമില്ല. ഓ, ഇതിലും നല്ല സ്വിമ്മിംഗ് പൂളാണ്. വെറുതെ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരും. ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. കുറേ കാണുന്നതെല്ലാം കഫ്റ്റേരിയ ഫ്രീയാണ്, ഫുഡെല്ലാം ഫ്രീയാണ്. എന്തോരം വേണോ കഴിക്കാം. നമ്മൾ പെയ്ഡ് നമ്മൾ അടച്ചില്ല 550. അതിൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം കവർ ചെയ്യും. സംഭവം കൊള്ളാം. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് അത്യാവശ്യം മുതലെടുക്കും. നമ്മൾ തന്നെ മുതലാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ആദ്യം നമ്മളിങ്ങനെ ചെറുതായിട്ട് തുടങ്ങാം. നമുക്ക് 4:30 വരെ സമയമുണ്ട്. ഇപ്പോൾ 12 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തുടങ്ങാം. ഓക്കെ, ഓരോ സെക്ഷനായിട്ട് കേട്ടോ. ടാക്കോസ് എഴുതി വെച്ചിട്ട് ടാക്കോസ് ഉണ്ട്. അപ്പുറത്ത് സൽസ ടോപ്പിങ്സ്, അവിടെ സൽസ സാലഡ്സ് ഉണ്ട്. അപ്പുറത്ത് അമേരിക്കൻ ഹോട്ട് ഡോഗ്സ് ആൻഡ് ബർഗേഴ്സ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് കണ്ട ബർഗേഴ്സ്, ഹോട്ട് ഡോഗ്സ് എല്ലാവർക്കും വേണ്ടതെല്ലാം ഉണ്ട്. സാൻഡ്വിച്ചസ്, ആരെന്ത് വേണോ എല്ലാം എടുത്ത് കഴിച്ചു. ആർക്കും ഒരു പരാതിയില്ല. ഭക്ഷണം തീർന്നു പോയാൽ അവർ തന്നെ റീഫിൽ ചെയ്തോളൂ. എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. എന്താ അടിപൊളിയായിട്ട്. ഉച്ചർക്കനൊക്കെ ചൊറ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ, ബാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളങ്ങനെ കഴിക്കേണ്ടിരുന്നു. ലഞ്ച് എടുത്തുകൊണ്ട് വന്നു. എല്ലാം ഫ്രീ ആട്ടോ, പേടിക്കാനൊന്നുമില്ല. ഫ്രീന്ന് കാണുമ്പോൾ തന്നെ ഒരു മനസ്സുഖം. ഏത് നമ്മൾ മലയാളികൾക്ക് എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും നമ്മൾ അറിയാമല്ലോ, ഒരു അഭിമാനമാണ്. ഫ്രീ ആയിട്ട് കിട്ടിയാലും നമുക്ക് അഭിമാനമാണ്. എല്ലാം ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തതാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ലഞ്ച്. ബർഗർ, ഹോട്ട് ഡോഗ്, ചിക്കൻ പീസാണ് ഇത്. അണിയാന്ന് തോന്നുന്നു, മധുരം ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ കുറേ ഫ്രൈസും ഒരു സ്ട്രോബെറി. ഇനി അവിടെ ഡെസേർട്ട്സ് ഉണ്ട്, കേക്ക്, ഐസ്ക്രീം. വേണ്ട ഈ സാധനം. ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ എടുക്കാം, ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഒരു കുഴപ്പമില്ല. നമ്മൾ വേസ്റ്റ് ആക്കരുതെന്നേ ഉള്ളൂ. ഫുഡ് വേസ്റ്റ് ആക്കരുത്. അതിന് വേണ്ടത് മാത്രം എടുക്കുക. ഇത് അമേരിക്കൻ ഫുഡ് കേട്ടോ, ഹോട്ട് ഡോഗ്. ഇത് ബർഗറിൻ്റെ അകത്ത് വെച്ച് അകത്തിരിക്കുന്ന സാധനം ഹോട്ട് ഡോഗ്. ഇത് ബർഗറിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കഴിക്കുക. രുചിയൊന്നുമില്ല ഇങ്ങനെ കഴിക്കുക. അമേരിക്കക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അമേരിക്കയിൽ അല്ലെങ്കിൽ അവരുടെ ഫുഡിനൊന്നും പ്രത്യേകിച്ചൊരു രുചിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞു കേട്ടോ.
പൂളിലും എല്ലാം ഇറങ്ങി എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ ടർക്കി ഇത് ടവൽ എന്ന് പറയും, ഇവിടെ ആരും ടർക്കി എന്ന് പറയത്തില്ല, നമ്മുടെ നാട്ടിലെ ടർക്കി എന്ന് പറയുന്നത്. ഈ ടവൽ എന്ന് പറഞ്ഞ സാധനം ഷിപ്പിൽ നിന്ന് മേടിച്ചതാണ്. നമുക്കൊരു കാർഡുണ്ട്, ഓരോ റൂമിനും ഓരോരുത്തർക്കും ഓരോ കാർഡുണ്ട്. ആ കാർഡ് ഇട്ടാലേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ റൂമിൻ്റെ. അപ്പം ആ കാർഡ് കൊടുത്ത് ഈ ടവൽ തരും, നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. പക്ഷേ ഈ ടവൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് തിരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡിൽ $25 ചാർജ് ചെയ്യും. അതുകൊണ്ട് ഷിപ്പിൽ വരുന്നവർ നിങ്ങൾ ഉടുപ്പ് നിക്കറും കൊണ്ടുപോയില്ലെങ്കിൽ ഈ ടവൽ കൊണ്ടുപോകണം കേട്ടോ തിരിച്ച്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തളർന്നൊരു പരുവായി ഇങ്ങനെ ഇരിക്കുന്നു. ഒരാൾക്കപ്പോൾ സിപ്പ് ലൈനിൽ കയറണം. അപ്പോൾ സിപ്പ് ലൈനിൽ കയറാനായിട്ട് ഒരാൾ വേണ്ട എൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇത് ചെന്നിനി അപ്പുറത്തെ എൻഡിലെങ്ങാണ്ടാണ് ഇത് ചെന്ന് നിൽക്കുന്നത്. $100 സിപ്പ് ലൈനിന് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങളെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. അതാ കേട്ടോ ബോട്ട്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരാ കൊക്കോക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡ് കാണിച്ച് നമ്മളെ ബോട്ടിൽ കയറ്റും. ബോട്ടിൽ കയറി റൂമിൽ കയറുക, ഒന്ന് റിലാക്സ് ചെയ്യുക. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇറങ്ങുക ഒന്നുകൂടെ. കഴിഞ്ഞു കേട്ടോ ഈ ഐലൻഡിലുള്ള പരിപാടി. കൊക്കോക്കെ എന്ന് പറഞ്ഞ ഐലൻഡിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. സിപ്പ് ലൈനും കഴിഞ്ഞു. ഒരാൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോയി, പറഞ്ഞായിരുന്നല്ലോ, അതും കഴിഞ്ഞു. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ തിരിച്ച് കപ്പലിലേക്ക് നടക്കുക. ഇവിടുന്ന് കപ്പൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ, ഭയങ്കര ഭംഗി. എന്ത് രസമെന്ന് അറിയാം. ഇവിടുന്ന് ഈ കപ്പൽ 2 എണ്ണം ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കാണാൻ ഭയങ്കര ഭംഗി. ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തത്തിലൊരു ക്രൂസ് സ്പോട്ടാണ് കേട്ടോ. നേരെ നിങ്ങൾ അങ്ങോട്ട് ക്രൂസ് കാണുന്നുണ്ടോ, അതൊന്ന്. ഇത് 2. ഇതാ ഞങ്ങൾ വന്ന ക്രൂസ്, ഇൻഡിപെൻഡൻസ് ഓഫ് ദ സീ. ഇത് ഞങ്ങൾ മിയാമിന്ന് കയറിയതാണ്. ഇത് ഫ്രീഡം ഓഫ് ദ സീസ്. ഞാൻ പറഞ്ഞ നേരത്തെ കാർണിവൽ എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് കാർണിവൽ അല്ല. ഇത് ഫ്രീഡം ഓഫ് ദ സീസ്. ഇത് മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ഈ 3 കപ്പൽ നമ്മൾ ഇതിലാണ് കയറുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ദ സീസിലാണ് ഞങ്ങൾ കയറുന്നത്. തിരിച്ച് മയാമിക്ക് തന്നെ പോകും. അതായത് ഇന്നൂടെ ഉള്ളൂ ലാൻഡ് കഴിഞ്ഞു. ഇനി എല്ലാം കടൽ യാത്രയാണ് തിരിച്ച്. തിങ്കളാഴ്ച രാവിലെ, അതായത് ഞങ്ങളെ ഇവിടുത്തെ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് എത്തും. ഇപ്പം ശനി വൈകുന്നേരം. ഷിപ്പിലെത്തി, ക്രൂസിൽ എത്തി. ഒന്ന് ഉറങ്ങി, എല്ലാം വന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്നെല്ലാം വന്ന് കയറി. സൗണ്ടൊക്കെ ഏകദേശം കുറച്ചൊക്കെ പോയി. എല്ലാം ഒന്ന് കഴിഞ്ഞ് വന്ന് കിടന്നൊന്ന് ഉറങ്ങി, കുളിച്ചൊന്ന് ഉറങ്ങി. എണീറ്റ് പ്രത്യേകിച്ച് റൂമിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പം താഴെ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അതായത് $10, $25 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ നമ്മൾ കാണത്തില്ലേ, അതുപോലെ എല്ലാത്തിനും ഭയങ്കര വില. $5 ഒക്കെ സാധനത്തിന് $10 ഇട്ടിട്ട് അവന്മാർ സെയിലെന്നും പറഞ്ഞ് വിൽക്കുക. അമേരിക്കക്കാരെ അവന്മാർക്ക് പറ്റിക്കാൻ എളുപ്പമായിരിക്കും, നമ്മളെയൊന്നും അവന്മാർക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. ഒന്നും മേടിച്ചില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ റൂമിലില്ലാത്തതുകൊണ്ട് അടുത്ത വർഷം ക്രൂസിന് പോകാനുള്ള അവിടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഷോപ്പ് പോലെ. അവിടെ കയറി നോക്കി. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഷിപ്പിൻ്റെ മുകളിലേക്ക് എത്തി. ഷിപ്പിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ വേണ്ട ബാർ ഇവിടെ ഓപ്പൺ ആണ്, ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ മുകളിൽ കാണുന്നതാണ് ബാർ, അതാണ് ബാർ. പക്ഷെ ഇപ്പോഴേ അവിടെ പോകണ്ട, പിന്നെ രാത്രിയായിട്ട് പോകാം. രാത്രി നമ്മുടെ DJയും പരിപാടികളൊക്കെ, ഡാൻസും സെറ്റപ്പാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതാണ് ഞങ്ങളിങ്ങനെ മണ്ടേ കൂടി ഇങ്ങനെ ചുമ്മാ നടക്കുക. തേരാപ്പാല ഒരു പണിയില്ല. റൂമിൽ തന്നെ ഇരുന്നിട്ടൊരു സുഖമില്ല കേട്ടോ. അങ്ങനെ ഷിപ്പിലാകെ 5th ഫ്ലോറും ഈ മുകളിലത്തെ 12, 13, 14 ഈ 2 ഫ്ലോറിലേ ഉള്ളു കാര്യങ്ങൾ. ബാക്കി ഫ്ലോറിലെല്ലാം റൂംസാണ്. 4500 പേർക്കുള്ള റൂംസാണ് ബാക്കി ഫ്ലോറിലെല്ലാം. ഞങ്ങളുടെ ഫ്ലോർ 3ലാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുന്നു. ഇപ്പം നടന്നു വന്നപ്പോഴാണ് മുകളിൽ ഇവിടെ ഒരു ഗെയിമിംഗ് സെക്ഷനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ.
അതായത് ഇതിൻ്റെയൊക്കെ പേര് കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല, ഇതൊക്കെ എന്താ സാധനം എന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇങ്ങനെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രിസ്പി പർമേഷൻ അർക്കാച്ചിരി, ബർബിറോ റൈസ്, പോർട്ടോബെല്ലി, മഷ്റൂം ആൻഡ് പ്രൊവലോൺ ചീസ് റോൾഡ് ഇൻ പാങ്കോ ആൻഡ് ഫ്രൈഡ് ഇൻ ഗോൾഡൻ സെർവ്ഡ് വിത്ത് റൊമസ്കോ സോസ്. ഓക്കെ, ഒന്നും മനസ്സിലായില്ലല്ലോ, അതാണ് പ്രശ്നം. പേരും മനസ്സിലാവത്തില്ല, താഴെ എഴുതിയേക്കുന്നേ മനസ്സിലാവത്തില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ മിക്ക കടകളിലും കയറി കഴിഞ്ഞാൽ എല്ലാം ഇതാണ് അവസ്ഥ. അപ്പോൾ എന്നെ ആരെങ്കിലും കൊണ്ടുപോകണം ഓരോ കടകളിൽ, ഇതിൻ്റെ പറഞ്ഞു തരണം ഇതെന്താ സംഭവം എന്നൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ ഗൂഗിളിൽ കയറി ഫോട്ടോ നോക്കണം. ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇതാണ് സംഭവം എന്ന്. ഇപ്പം ഞാൻ വിചാരിച്ചത് ആദ്യം ഒരെണ്ണം ഞാൻ ഇതെടുക്കുക, അത് കഴിഞ്ഞ് ഇതൊരെണ്ണം എടുക്കുന്നു, അത് കഴിഞ്ഞ് ഇതെടുക്കുന്നു. ഒന്നും എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടല്ല, ഫോട്ടോ നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഫോട്ടോ നമ്മുടെ ഇന്ത്യൻ ഫുഡ് പോലെയൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് മാത്രം എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി എൻ്റെ കഷ്ടപ്പാട്. അപ്പോൾ കാണാം. ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ. ഗൂഗിൾ നോക്കി ഓർഡർ ചെയ്തത്, അതിൽ കൊടുക്കുന്ന പടം ഒരെണ്ണം, വന്ന സാധനം വേറെ ഒരെണ്ണം. എന്താ അല്ലേ അവസ്ഥ. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം നല്ല ക്വാളിറ്റി, നല്ല രുചിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇന്ത്യക്കാരെന്ന് അറിഞ്ഞോണ്ടേ, ഒരു ഇന്ത്യൻ വെയിറ്റർ ആയിരുന്നു കേട്ടോ, നമുക്ക് ഇന്ത്യൻ പക്കാവട കൊണ്ടു തന്നു. നമ്മൾ ഓർഡർ ചെയ്തില്ലെങ്കിൽ അവർ കൊണ്ടു തന്നു. ഇന്ത്യക്കാരോടുള്ള സ്നേഹം, അന്യനാട്ടിൽ പോകുമ്പോൾ ഇന്ത്യക്കാരോടുള്ള സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്. നാട്ടിലുള്ളപ്പോഴേ ഉള്ളൂ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നത്.